ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന മൂവിയാണ്. മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഹൊറർ ഫിലിം എടുക്കാൻ ആഗ്രഹിച്ച നായകൻ. പക്ഷേ അതത്ര ഈസി ആയിരുന്നില്ല. അവന്റെ ലൈഫിൽ ഒരുപാട് വെല്ലുവിളികൾ അവന് നേരിടേണ്ടി വരുന്നു. അപ്പൊ കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു എഴുത്തുകാരനായ വൈക്കൻ ഡേവിഡ് എന്ന് പറയുന്ന ആളുടെ മകൻ സച്ചിൻ ഡേവിഡിനെയാണ്. വാഗമണിലായിരുന്നു വൈക്കൻ ഡേവിഡ് താമസിച്ചിരുന്നത്. അവിടെ അയാൾക്കൊരു ബംഗ്ലാവ് ഉണ്ട്. മകൻ സച്ചിനാകട്ടെ അച്ഛൻ എഴുതുന്ന എല്ലാ പുസ്തകത്തിന്റെയും ആദ്യത്തെ കോപ്പി തന്റെ ക്ലാസ്സിലുള്ള നീതു എന്ന് പറയുന്ന ഫ്രണ്ടിനാണ് കൊടുത്തിരുന്നത്. സച്ചിൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഫിസിക്സിൽ അവന് നല്ല നോളജ് ഉണ്ടായിരുന്നു. അച്ഛനെ പോലെ സച്ചിന് എഴുതാറുണ്ടോ എന്ന് ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ എഴുതുമെന്ന് അവൻ പറയുന്നു. ആ വർഷം സ്കൂളിൽ ഇറങ്ങാൻ പോകുന്ന മാഗസിനിൽ അവന്റെ ഒരു ചെറുകഥ പബ്ലിഷ് ചെയ്യാൻ വൈക്കൻ ഡേവിഡിന്റെ മകൻ എഴുതുന്ന സ്റ്റോറി അത്രയൊന്നും മോശമാവില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. സച്ചിന്റെ വീട്ടില് സച്ചിനെയും അവന്റെ അച്ഛൻ ഡേവിഡിനെയും കൂടാതെ പീറ്റർ എന്ന് പറയുന്ന ഒരു സഹായി കൂടിയുണ്ട്. മഞ്ചാടി പബ്ലിക്കേഷൻസ് ആയിരുന്നു ഡേവിഡിന്റെ മിക്ക സ്റ്റോറീസും പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ നോവല് എഴുതി തീരുമ്പോഴും അയാൾ അത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ അയാൾ എഴുതി തീർത്ത നോവലിന്റെ പേര് ഡെവിൾസ് ഐലൻഡ് എന്നാണ്. സ്കൂളിലെ മാഗസിനിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് താൻ എഴുതിയ കറുത്ത കരങ്ങൾ എന്ന് പറയുന്ന കഥ അവൻ ടീച്ചറിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്നു. അതിനുശേഷം അവന്റെ അച്ഛൻ പുതുതായിട്ട് എഴുതിയ ഡെവിൾസ് ഐലൻഡ് എന്ന് പറയുന്ന നോവലിന്റെ ആദ്യത്തെ കോപ്പി തന്റെ ഫ്രണ്ട് നീതുവിന് അവൻ സമ്മാനിക്കുന്നു. നീതു അത് വായിച്ച ശേഷം താൻ വായിച്ച അവസാന പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ മാഗസിനിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു. പക്ഷെ സച്ചിൻ കൊടുത്ത കഥ പ്രസിദ്ധീകരിച്ചു വന്നില്ല. ആ കഥ അത്ര കൊള്ളില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. അത് കേട്ടതോടെ സച്ചിൻ ആകെ വിഷമമായി. തന്റെ അച്ഛനെ പോലുള്ള കഴിവുകൾ തനിക്കില്ലാന്ന് അവന് തോന്നാൻ തുടങ്ങി. അവൻ വീണ്ടും വീണ്ടും ഹൊറർ കഥകൾ എഴുതാൻ തുടങ്ങി. അവന് ഹൊററിലായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഡേവിഡ് ആകട്ടെ താൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ഡെവിൾസ് ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് പിൻവലിക്കുന്നു. അതിലെന്തോ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അയാൾ വിറ്റഴിച്ച കോപ്പികളെല്ലാം തന്നെ തിരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതറിഞ്ഞതും സച്ചിനും നീതുവിന്റെ കയ്യിൽ കൊടുത്ത ആ ഡെവിൾസ് ഐലൻഡിന്റെ കോപ്പി തിരികെ വാങ്ങി. വിറ്റഴിച്ച കോപ്പികളിൽ ഒരേ ഒരു കോപ്പി മാത്രമേ ഇവർക്ക് തിരികെ കിട്ടാതെയുള്ളൂ. അത് ആരാണ് വാങ്ങിക്കൊണ്ടുപോയതെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അതും കൂടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണുവിനോട് ഡേവിഡ് പറയുന്നു. അതിനിടയ്ക്ക് സച്ചിൻ എഴുതിയ പല കഥകളും ഡേവിഡ് വായിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും അത്രയങ്ങോട്ട് രസമുണ്ടായിരുന്നില്ല. പലതിലും ഹാസ്യ സാഹിത്യമായിരുന്നു. നിനക്കിതിൽ വലിയ കഴിവൊന്നുമില്ല എന്നാണ് ഡേവിഡ് സച്ചിനോട് പറയുന്നത്. എല്ലാം കൂടി ആയപ്പോഴേക്കും തന്റെ അച്ഛന്റെ കഴിവുകളൊന്നും കിട്ടാത്ത വെറും മോശം മകനാണ് താനെന്ന് സച്ചിന് തോന്നാൻ തുടങ്ങി. അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് അവന്റെ അച്ഛൻ വന്ന് വാതിൽ മുട്ടുന്നത്. ഇവന്റെ ഉദ്ദേശം എന്തുവായിരുന്നു എന്ന് മനസ്സിലാക്കിയ അയാളാകട്ടെ അവനോട് പറയുന്നുണ്ട്, നിന്റെ കുറ്റബോധം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് കഴിവുകളില്ലാത്തത് നിന്റെ കുഴപ്പമല്ല. കാരണം എഴുതാനുള്ള കഴിവ് എനിക്കുമില്ല. എന്റെ പേരിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബുക്കുകളും നോവലുകളും ഒന്നും തന്നെ എന്റേതല്ല. ഡേവിഡ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു കാമുകി ഉണ്ടായിരുന്നു അയാൾക്ക്. അവളുടെ സാധനങ്ങളെല്ലാം വീട്ടുകാർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പെട്ടി മാത്രം ഡേവിഡ് കൊടുത്തു വിട്ടില്ല. ആ പെട്ടിക്കുള്ളിൽ അവൾ എഴുതിയ കഥകളും നോവലുകളും ഉണ്ടായിരുന്നു. ആ അനുരാധ എന്ന് പറയുന്ന പെൺകുട്ടി എഴുതിയ നോവലുകളാണ് ഇയാൾ സ്വന്തം പേരില് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ നോവലുകളുടെ ശേഖരം തീർന്നു. പിന്നീട് ഇയാൾക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് കഴിവുള്ള ആൾക്കാരെ ഇയാൾ കണ്ടെത്തി അവരെ കൊണ്ട് കഥകൾ എഴുതിപ്പിച്ചു. ആ കഥകളൊക്കെ ഇപ്പോൾ അയാളുടെ പേരിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ വീട്ടിലുള്ള പീറ്ററും അതുപോലൊരു എഴുത്തുകാരനാണ്. ഇപ്പോൾ പീറ്റർ അവസാനമായി എഴുതിയ ഡെവിൾസ് ഐലൻഡ് എന്ന് പറയുന്ന കഥയിൽ അവൻ പല സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ആ കഥയിലെ വില്ലന് ഡേവിഡിന്റെ പേരും നായികയ്ക്ക് അനുരാധയുടെ പേരുമാണ് പീറ്റർ കൊടുത്തത്. ഇപ്പോൾ ഡെവിൾസ് ഐലൻഡ് എന്ന് പറയുന്ന ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ പ്രായവും പക്വതയുള്ള ആർക്കും മനസ്സിലാവും താൻ ഇത്രയും കാലം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നതാണെന്നും താൻ എഴുതിയ 232 നോവലുകളും തന്റേതല്ല എന്നും. അതുകൊണ്ടാണ് ഈ ബുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ കോപ്പികളെല്ലാം തന്നെ താൻ തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ അച്ഛൻ ഒരു എഴുത്തുകാരനല്ല. അതുകൊണ്ട് ആ കഴിവ് നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നിനക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്. IIT-യിലെങ്ങാനും ജോയിൻ ചെയ്ത് നീ ആ ഒരു ലെവലിലേക്ക് പോകുന്നതാ നല്ലത്. അല്ലാതെ എന്നെ പോലെ ഈ ഒരു നശിച്ച ജീവിതം നിനക്ക് വേണ്ട. എന്നാൽ സച്ചിൻ അങ്ങനെ ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ അച്ഛൻ ഡേവിഡിനെ ജനങ്ങൾ അറിയുന്നത് പോലെ അയാളേക്കാൾ വലിയൊരു മഹത് വ്യക്തിയായിട്ട് തന്നെ ആൾക്കാർ അറിയണമെന്ന് സച്ചിൻ ആഗ്രഹിച്ചു. അങ്ങനെ നിനക്ക് ആഗ്രഹമെങ്കിൽ നീയായിട്ട് അതിന് കഷ്ടപ്പെടേണ്ട. നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേറെ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ടാകുമെന്ന് ഡേവിഡ് സച്ചിനോട് പറയുന്നു. അതായത് അയാൾ ചെയ്ത പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഒരു വലിയ ആളായി മാറുക. അതും പറഞ്ഞുകൊണ്ട് ഡെവിൾസ് ഐലൻഡ് എന്ന് പറയുന്ന ആ ബുക്കിന്റെ എല്ലാ കോപ്പികളും അയാൾ അവിടെ വെച്ച് കത്തിച്ചു കളയുന്നു. എന്നാൽ അവരറിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് തിരിച്ചു കിട്ടാതെ പോയ ഒരു കോപ്പി ഈ മൂവിയിലെ നായകനായ വിനീത് മാധവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രേതകഥകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു വിനീത്. പല രാത്രികളിലും ഇങ്ങനെ ബുക്ക് വായിച്ചിട്ട് കിടന്ന് സ്വപ്നം കണ്ട് കട്ടിലിൽ നിന്ന് താഴെ വീഴുകയും കൈ ഒടിയുകയും ചെയ്യുന്നത് പതിവാണ്. ഒടുവിൽ ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, ഈ കഥകൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു എയിം ഉണ്ടാകണം. ആ എയിം നീ കണ്ടുപിടിച്ച് പറയുകയാണെങ്കിൽ മാത്രമേ ഈ ബുക്ക് നിനക്കിനി വായിക്കാൻ തരികയുള്ളൂ. ഡെവിൾസ് ഐലൻഡ് ക്ലൈമാക്സ് വായിക്കുന്നതിന് മുൻപേ ഡോക്ടർ അവന്റെ ബുക്കും കൊണ്ടുപോയി. ഇനി ഒരു എയിം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ആലോചിക്കുമായിരുന്നു. അവന്റെ ഉറ്റ സുഹൃത്തായ സുജിത് രാജ് ചെറുപ്പം മുതലേ അവന്റെ കൂടെ എല്ലാ കാര്യത്തിനും
സുജിത്തിനും ഉണ്ടായിരുന്നു. രണ്ടു കുട്ടികളെ വീട്ടിലാക്കിയ ശേഷം വിനീതിന്റെ അമ്മയച്ഛനും ജോലിക്ക് പോയി. എന്നാൽ വിനീതും സുജിത് രാജു ആകട്ടെ അടുത്തുള്ള സിനിമാ തിയേറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ മമ്മി സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. പടം കണ്ടുകൊണ്ടിരിക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തിയേറ്ററിലെ സൗണ്ടും സിനിമയിലെ പേടിപ്പിക്കുന്ന രംഗങ്ങളും ഒക്കെ കണ്ട് ഞെട്ടുന്നതും കണ്ണും പൂട്ടിയിരിക്കുന്നതും ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആൾക്കാരെ പേടിപ്പിക്കുന്ന കഥകൾ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതോടെ അവന്റെ മനസ്സിലേക്ക് ഒരു എയിം വരുന്നു: ജനങ്ങളെ പേടിപ്പിക്കുന്ന സിനിമകൾ എടുക്കുക. അവർ സ്ഥിരമായിട്ട് മൂവി കാസറ്റുകൾ എടുക്കുന്നത് സുനിൽ എന്ന് പറയുന്ന ആളുടെ കടയിൽ നിന്നായിരുന്നു. എന്നാൽ തിയേറ്ററിലുള്ള പോലെ പേടിയൊന്നും തന്നെ വീട്ടിലിരുന്ന് ഈ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നില്ല എന്ന് വിനീതിന് മനസ്സിലായി. ആ സൗണ്ട് എഫക്റ്റ് ആയിരുന്നു പലപ്പോഴും നമ്മളെ പേടിപ്പിക്കാൻ കാരണമാകുന്നത്. സിനിമയുടെ പിന്നാലെ വിനീത് പോകുമ്പോൾ സുജിത് രാജാകട്ടെ ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. വിനീതിന്റെ അപ്പൂപ്പൻ പ്രേതങ്ങളിലും ദൈവങ്ങളിലും ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അയാൾ സയൻസിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അയാളെപ്പോലെ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അയാളുടെ കൊച്ചുമകൻ വിനീതിനായിരുന്നില്ല, അവന്റെ കൂട്ടുകാരൻ സുജിത്തിനായിരുന്നു. ഇവൻ കാണാൻ കൊണ്ടുവന്ന സിനിമയുടെ പേര് സിക്സ്ത് സെൻസ് ആണ്. ഹോളിവുഡ് പടമായ സിക്സ്ത് സെൻസിന്റെ ഡയറക്ടർ ഒരു മലയാളിയാണെന്ന് അവന്റെ അപ്പൂപ്പനും സുജിത്തും പറയുന്നു. മനോജ് നൈറ്റ് ശ്യാമളൻ എന്നായിരുന്നു അയാളുടെ പേര്. ഇത് കേട്ടതോടുകൂടി വിനീതിന്റെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു. തനിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡയറക്ടറായി മാറണം, അതും ഹോളിവുഡിൽ സിനിമ ചെയ്യണം. ഈ ആഗ്രഹമായിരുന്നു അവൻ പോയി ഡോക്ടറിനോട് പറയുന്നത്. അവന്റെ ആഗ്രഹമൊക്കെ കേട്ടിട്ട് അവന്റെ വീട്ടുകാര് അന്തം വിട്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും അയാൾ ഡെവിൾസ് ഐലൻഡിന്റെ ബുക്ക് അവന് തിരിച്ചു കൊടുത്തു. ക്ലൈമാക്സ് അവൻ വായിച്ചു. എന്നാൽ അവനത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ബുക്കിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: കഴിവുള്ളവന്റെ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുത്തു. തനിക്ക് സംഭവിച്ചത് തന്റെ വിധിയാണെന്നും തന്റെ തലയിലെഴുത്താണെന്നും കരുതിയിട്ട് സമാധാനിക്കാം, അതല്ലെങ്കിൽ ആ തലയിലെഴുത്തിനെ തിരുത്തിക്കുറിക്കാൻ ഇറങ്ങിത്തിരിക്കാം. അങ്ങനെ പുറപ്പെട്ട ഒരു മനുഷ്യന്റെ അതിസാഹസികമായ കഥയാണ് ഡെവിൾസ് ഐലൻഡ്. പീറ്റർ തന്റെ കഥ ഡേവിഡ് മോഷ്ടിച്ചിട്ടാണ് ഈ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നതെന്ന് ആൾക്കാരെ ഈ ഒരു ബുക്കിലൂടെ അറിയിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഡേവിഡ് ഓൾറെഡി പറഞ്ഞല്ലോ. അതായിരുന്നു ഈ വാചകങ്ങളുടെ അർത്ഥവും. തനിക്ക് ഷോർട്ട് ഫിലിംസ് എടുക്കണമെന്നും അതുകൊണ്ട് ഒരു ക്യാമറ വാങ്ങി തരണമെന്നും അച്ഛനോട് വിനീത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് ഒരുപാട് വിലയായത് കാരണം അവന്റെ അച്ഛനത് വാങ്ങിക്കൊടുത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയി. വിനീത് കുറച്ചുകൂടി വളർന്നു. എന്നാൽ ഇപ്പോഴും അവന്റെ ആഗ്രഹങ്ങൾ സിനിമ തന്നെയായിരുന്നു. അവൻ അച്ഛനോട് വീണ്ടും വീണ്ടും തനിക്ക് ക്യാമറ വാങ്ങിത്തരാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പഠിത്തത്തിൽ അവൻ കുറച്ച് ഉഴപ്പനാണ്. എന്നാൽ അവന്റെ അച്ഛൻ അവനോട് പറയുന്നത് അവൻ 80% മാർക്ക് ബോർഡ് എക്സാമിന് വാങ്ങിക്കുകയാണെങ്കിൽ അവന് ക്യാമറ വാങ്ങി കൊടുക്കാമെന്നാണ്. അവൻ കഷ്ടപ്പെട്ട് പഠിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവന് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് തോന്നില്ല. ടിവിയിലെ ഫിലിം ക്രിറ്റിക്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ അവൻ കാണാറുണ്ടായിരുന്നു. അതിൽ പ്രധാന ഫിലിം ക്രിറ്റിക്സ് ആയിരുന്നു ആനന്ദ് സുധാകർ എന്ന് പറയുന്ന ഇയാൾ. ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെങ്ങാനും പഠിച്ച് 80% മാർക്ക് വാങ്ങിക്കുമോ എന്ന് ഇവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ഇവന്റെ അപ്പൂപ്പൻ പറയുന്നുണ്ട് അതിനുള്ള കഴിവ് എന്തായാലും ഇവനില്ല എന്ന്. വീട്ടുകാർക്കാർക്കും തന്നിൽ വിശ്വാസമില്ലെന്ന് അവന് മനസ്സിലായി. അവൻ കഷ്ടപ്പെട്ട് വീണ്ടും പഠിച്ചു. കുറെ എക്സാം ഒക്കെ കോപ്പി അടിച്ചെഴുതി. എക്സാമിന് വിചാരിച്ച പോലെ 80% മാർക്കൊന്നും അവന് കിട്ടിയില്ല. എന്നാൽ സുജിത്തിന് 88% മാർക്കുണ്ടായിരുന്നു. ഇവൻ 57. ഷോർട്ട് ഫിലിം എടുക്കാൻ ഇനി അച്ഛൻ ക്യാമറ വാങ്ങി തരില്ല എന്ന് അവന് മനസ്സിലായി. അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ സുഹൃത്ത സുനിലേട്ടനാകട്ടെ ഇവരോട് പറയുന്നുണ്ട് ക്യാമറ താൻ തരാമെന്ന്. ഒരു ദിവസം 600 രൂപ വാടകയാണ്. നിന്റെ ഷോർട്ട് ഫിലിം നീ ഒരു ദിവസം കൊണ്ട് എടുത്ത് തീർക്കുകയാണെങ്കിൽ ആ കാശ് തന്നിട്ട് നീ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അങ്ങനെ കുറേശ്ശെ സുനിലിന് കാശ് കൊടുത്ത് ഒരു ദിവസത്തേക്ക് ആ ക്യാമറ അവൻ സ്വന്തമാക്കി. സുജിത് രാജിനെ വെച്ച് തന്നെയാണ് അവൻ ഷോർട്ട് ഫിലിം എടുത്തത്. അത് നല്ല പേടിപ്പിക്കുന്ന രീതിയിൽ. നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ആ ക്യാമറ കൊണ്ട് പറ്റില്ലായിരുന്നു. അത് കാരണം ഡെയിലി തന്നെ ഒരു നല്ല ഹൊറർ ഷോർട്ട് ഫിലിം അവൻ എടുത്തു. ആൾക്കാരെ പേടിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നിട്ട് വീട്ടുകാരെ എല്ലാം ഒരുമിച്ചിരുത്തി ആ ഷോർട്ട് ഫിലിം അവൻ കാണിക്കുന്നു. അവന്റെ അപ്പൂപ്പനത് വലിയ ഇഷ്ടപ്പെട്ടില്ല. പ്രേതമൊന്നും ഇല്ലാന്നാണ് അയാൾ പറയുന്നത്. വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. സുജിത്തിന്റെ അഭിനയം കൊള്ളാമെന്ന് പറയുന്നു. എന്നാൽ അഭിനയത്തിനപ്പുറം തന്റെ ഡയറക്ഷൻ കൊള്ളാമെന്നുള്ള രീതിയിൽ വിനീതിനോട് ആരും ഒന്നും പറഞ്ഞില്ല. വീട്ടുകാർക്കൊന്നും അത്ര പേടിയായിട്ടില്ല എന്ന് അവന് മനസ്സിലായി. സുജിത്തിന്റെ അച്ഛനാകട്ടെ അവനെ കോളേജിൽ ചേർക്കാൻ പോകുക. പക്ഷെ വിനീതിന്റെ കാര്യം അങ്ങനല്ല. അവൻ പഠിച്ചെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് കാരണം സുജിത്താകട്ടെ എപ്പോഴും വിനീതിനോട് പറയുന്നത് എനിക്ക് കഴിവുണ്ടെങ്കിലും ആൾക്കാരെന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. എന്റെ കഴിവാരും കാണുന്നില്ല. കുറച്ചുകൂടി നന്നായിട്ട് ഷോർട്ട് ഫിലിം എടുക്കാൻ തനിക്ക് HD ക്യാമറ വേണമെന്ന് സുനിലേട്ടനോട് വിനീത് പറയുന്നു. എന്നാൽ അതിന് നല്ല വാടകയാവും. 4000 സംതിങ് രൂപ നീ സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതെടുത്തു തരാമെന്ന് സുനിലേട്ടൻ പറയുന്നു. എന്നാൽ അത്രയും രൂപ ആ സമയം അവൻ ഉണ്ടാക്കണമെങ്കിൽ അവന്റെ പോക്കറ്റ് മണി എല്ലാം സേവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു വർഷം അവൻ സേവ് ചെയ്തിട്ടാണ് ആ കാശുമായിട്ട് സുനിലിന്റെ സഹായത്തോടു കൂടി അവന്റെ HD ക്യാമറ സെറ്റാക്കുന്നത്. അത് വെച്ചിട്ട് വീണ്ടും അവൻ അവന്റെ ഷോർട്ട് ഫിലിം എടുക്കുന്നു. സുജിത്തിനെ തന്നെയായിരുന്നു ഈ പ്രാവശ്യവും നായകനാക്കിയത്. എടുത്ത ഷോർട്ട് ഫിലിം സുനിലേട്ടനെ കാണിക്കുന്നു. എന്നിട്ട് സുനിൽ പേടിക്കുന്ന റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്യാമറ ഒരെണ്ണം ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനീതിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് സുനിൽ പേടിച്ചില്ല. ബാക്കിലുണ്ടായിരുന്ന ഒരു ബലൂൺ പൊട്ടിയ സമയത്ത് സുനിൽ പേടിക്കുകയും ചെയ്തു. അയാൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ആ സൗണ്ട് കേട്ട് അയാൾ പേടിച്ചത്. അതുപോലെ തന്നെ ഒരു സിനിമ കാണുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും ഈ സമയം ഞെട്ടുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പേടിക്കത്തില്ല. എന്നാൽ അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വേണം ഞെട്ടിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരാൻ. അത് കാരണം അവനെടുത്ത ആ ഷോർട്ട് ഫിലിം അവൻ ഒന്നുകൂടി റീഎഡിറ്റ് ചെയ്തിട്ട് സുനിലിനെ കാണിക്കുന്നു. ഈ പ്രാവശ്യം സുനിൽ പ്രതീക്ഷിക്കാതിരുന്നിടത്താണ് സുനിൽ ഞെട്ടിയത്. നേരത്തെ കണ്ടിട്ട് പേടിക്കാത്ത ആ ഷോർട്ട് ഫിലിമിൽ കുറച്ച് എഡിറ്റ്സ് ഒക്കെ ചെയ്തതോടുകൂടി
സുനിൽ നന്നായിട്ട് പേടിക്കുന്നത് കണ്ടതും വിനീതിന് മനസ്സിലായി ഇത് വർക്കൗട്ട് ആകും. അവൻ തന്റെ വീട്ടുകാരെ ഇത് കാണിക്കുന്നു. അവരുടെ റിയാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് പേടിച്ചു. ഒരു സിനിമ കണ്ട പോലെ തന്നെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവനതിൽ കഴിവുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന അവന്റെ അപ്പൂപ്പൻ ബോധം കെട്ടിരിക്കുകയായിരുന്നു. അയാളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ടും അയാൾ ഉണരുന്നില്ല. അയാൾ കോമയിലായി. തന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് അപ്പൂപ്പൻ കോമയിലായതെന്ന് സച്ചിന് മനസ്സിലായി. ഇതുപോലെ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഫിലിം തന്നെയായിരുന്നു അവൻ എടുക്കാൻ ആഗ്രഹിച്ചതും. തന്റെ ഷോർട്ട് ഫിലിം കുറെ സീഡികളിലാക്കി കുറെ ആൾക്കാർക്ക് കൊടുത്ത് അവരെയെല്ലാം കാണിക്കാനായിരുന്നു വിനീതിന്റെ ശ്രമം. അതിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഇവന് കഴിവുണ്ടെന്ന് തെളിഞ്ഞതോടുകൂടി ആ കാശ് അവന്റെ അച്ഛൻ കൊടുക്കുന്നു. അങ്ങനെ അവൻ പല സീഡികളിലേക്കും തന്റെ ഷോർട്ട് ഫിലിം കോപ്പി ചെയ്ത് തന്റെ നാട്ടുകാരെയും സ്കൂളിലുള്ള കൂട്ടുകാരെയും എല്ലാം തന്നെ കാണിക്കുന്നു. അവന്റെ കഴിവിനെ എല്ലാവരും അംഗീകരിച്ചു. +2 കഴിഞ്ഞാൽ എൻട്രൻസ് ഒന്നും എഴുതണ്ടെന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷന് അഡ്മിഷൻ എടുത്തുകൊള്ളാനും അവന്റെ അച്ഛൻ തന്നെ അവനോട് പറഞ്ഞു. ഹോളിവുഡ് ലെവലിലേക്ക് പോകാതെ മോളിവുഡിൽ തന്നെ നല്ല സിനിമകൾ കൊണ്ടുവരാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അവന്റെ കൂടെ തന്നെ കോഴ്സിനുണ്ടായിരുന്ന ഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണ് അവൻ തന്റെ ഷോർട്ട് ഫിലിംസുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടിക്കാകട്ടെ തമിഴ് സിനിമയിൽ നിന്ന് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. താൻ ഉടനെ തന്നെ ഒരുപാട് പ്രശസ്തിയായ ഒരു നായികയായി മാറുമെന്നും എനിക്ക് തന്നെ ഇഷ്ടമാണെന്നും വേണമെങ്കിൽ വിവാഹം കഴിച്ചുവെന്നും അവൾ വിനീതിനോട് പറയുന്നു. അവൻ അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ മുന്നിൽ അവന്റെ ആഗ്രഹങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഹനയുടെ പിന്നാലെ പോകാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളോട് അവൻ നോ പറയുന്നു. ഏത് ടൈപ്പ് മൂവി എടുക്കണമെന്നുള്ള അവന്റെ ചിന്തയില് അവൻ ആദ്യം തോന്നിയത് മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഫിലിം എടുക്കണമെന്നായിരുന്നു. അതിനിടയ്ക്ക് സുനിൽ ഒരു നോട്ടീസുമായിട്ട് വരുന്നു. കഴിവുള്ള സംവിധായകരെ തേടുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിം മത്സരത്തിൽ വിജയിക്കുന്ന ആളുടെ സിനിമ ഹാരിസ് ബഷീർ എന്ന് പറയുന്ന ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വിനീത് ഈ കാലയളവിലെടുത്ത 4 ഷോർട്ട് ഫിലിംസും ആ മത്സരത്തിലേക്ക് സുനിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതോടെ വിനീത് തന്റെ ആ ഷോർട്ട് ഫിലിം ഒരു സിനിമയ്ക്കുള്ള ഫുൾ സ്ക്രിപ്റ്റ് ആക്കി മാറ്റി. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പല കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചിരുന്നു. തിന്മയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്ന നായകൻ, ഗുഡ് തിങ്സ് ഹാപ്പൻസ് ടു ഗുഡ് പീപ്പിൾ, എംപതി ഓഫ് ഹ്യൂമൻ, എവറിത്തിങ് ഈസ് കണക്റ്റഡ്, ഒരു നല്ല ക്ലൈമാക്സ്. അതായത് അവന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആൾക്കാർക്ക് പ്രതീക്ഷകൾ നഷ്ടമാകാൻ പാടില്ല. പ്രതീക്ഷ കൂടുന്ന രീതിയിൽ വേണം താൻ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്. അതായിരുന്നു അവന്റെ ലക്ഷ്യം. അങ്ങനെ അവൻ അവന്റെ ഷോർട്ട് ഫിലിമിന്റെ ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. മൃഗം എന്നായിരുന്നു അതിന്റെ പേര്. സ്ക്രിപ്റ്റിന്റെ 2 കോപ്പികൾ ഒരു കോപ്പി മൂകാംബിക ദേവിയുടെ അടുത്ത് പോയി പൂജിക്കാൻ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് സുനില് പറയുന്നു. എന്താണെങ്കിലും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലില് വിനീതിന്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവൻ തന്നെയായിരിക്കും വിജയ് എന്ന് എല്ലാവരും കരുതാൻ ആരംഭിച്ചു. പ്രമുഖ ഫിലിം ക്രിട്ടിക്കായ ആനന്ദ് സുധാകരനും വിനീതിനോട് അത് തന്നെ പറഞ്ഞു. നിന്റെ ഫിലിമിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. എന്നാൽ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആ പ്രാവശ്യം വിജയായത് അർജുൻ ഹരിദാസ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഓഡിയൻസിനും അതത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെന്താണെങ്കിലും കൈയടിച്ചു. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ വിനീതിനായിരുന്നു. ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം അവനുണ്ടായിരുന്നു. കാരണം അവിടെ ഇരുന്ന എല്ലാവർക്കും അറിയാം അവന്റെ ഫിലിമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ അവൻ സ്റ്റേജിലേക്ക് കയറിയതും എല്ലാവരും കൈയടിക്കാൻ ആരംഭിച്ചു. ജനങ്ങളെല്ലാം അംഗീകരിച്ചത് വിനീതിനെയായിരുന്നു. ഇത് കണ്ടതും അർജുന് ദേഷ്യം വരുന്നു. ആ ഒരു മൊമെന്റ് സ്പോയിൽ ചെയ്യാനും ജനങ്ങൾ തന്നെ ഇഷ്ടപ്പെടാനും വേണ്ടിയിട്ട് അർജുൻ സ്റ്റേജിലേക്ക് കയറുന്നു. എന്നിട്ട് വിനീതിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. വിനീത് എടുത്ത ഒരുപാട് ഷോർട്ട് ഫിലിംസ് താൻ യൂട്യൂബിൽ കണ്ടിരുന്നുവെന്നും അതിൽ നിന്നെല്ലാം തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ സിനിമയിലേക്ക് വന്നതെന്നും, പക്ഷേ വിനീതിന് പലതവണ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടും റിക്വസ്റ്റ് അയച്ചിട്ടും വിനീത് മൈൻഡ് പോലും ചെയ്തില്ല എന്നും റിപ്ലൈ തന്നില്ലെന്നുമൊക്കെ അവൻ പറയുന്നു. ആൾക്കാരുടെ മനസ്സിലേക്ക് വിനീത് ഒരു അഹങ്കാരിയാണ് എന്നുള്ള ചിത്രം അവൻ വരുത്തി തീർക്കുകയായിരുന്നു. എന്നിട്ട് വിനീതിനെ പോലൊരാളുടെ അടുത്ത് നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവനെ തന്നെ തോൽപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പറയുന്നു. അതോടുകൂടി അവിടെ വിനീത് ചെറുതാവുകയും അർജുൻ ഹരിദാസ് എല്ലാവരുടെയും മുന്നിൽ മഹാനായി മാറുകയും ചെയ്തു. കഴിവുണ്ടായിട്ടും തനിക്കിതുപോലെ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് താൻ ഇവിടെ അവഗണിക്കപ്പെടുന്നതെന്ന് വിനീതിന് മനസ്സിലായി. അന്ന് ബാത്റൂമിൽ വെച്ച് വിനീതിനെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ഒരാൾ കാണുന്നുണ്ട്. അർജുനേക്കാളും അവാർഡ് കിട്ടാൻ എന്തുകൊണ്ട് യോഗ്യൻ നീയായിരുന്നുവെന്നാണ് അയാൾ അവനോട് പറഞ്ഞത്. ശരിക്കും വിജയാകേണ്ടത് വിനീത് തന്നെയാണെന്ന് അയാൾ പറയുന്നു. പക്ഷേ ഓൾറെഡി തന്നെ ഇവിടെയുള്ള ആൾക്കാര് പല ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തിട്ട് അർജുനെ വിജയാക്കി മാറ്റിയതാണ്. ഒരു നിമിഷം കൊണ്ടാണ് നിന്നോടുള്ള ആൾക്കാരുടെ സ്നേഹം അവൻ ചെറിയ രീതിയിൽ വെറുപ്പാക്കി മാറ്റിയത്. അവന്റെ കഴിവ് മനസ്സിലാക്കിയ അയാളാകട്ടെ താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റില് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ സിനിമയിലെ നായിക ഇവനെ നേരത്തെ പ്രപ്പോസ് ചെയ്ത ആ ഹന എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. അവൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് വലിയ താരമായി മാറിയിരുന്നു. ഇയാളുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് വൈക്കൻ ഡേവിഡിന്റെ ചിത്ര എന്ന് പറയുന്ന നോവലിന്റേതായിരുന്നു. അത് സിനിമയാക്കാൻ പോവുകയാണ്. സ്ക്രിപ്റ്റിലുള്ള കറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഹന അതിൽ അഭിനയിക്കും. അതുകൊണ്ട് തനിക്ക് വേണ്ടി ജോലി ചെയ്യാമെന്ന് ഈ പ്രൊഡ്യൂസർ അവനോട് ചോദിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്റെ ഫിലിം ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് താല്പര്യമില്ലെന്നാണ് അവൻ പറയുന്നത്. എന്താണെങ്കിലും സ്ക്രിപ്റ്റ് അയാൾ അയച്ചു കൊടുത്തു. അവന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. പോകുന്നതിന് മുൻപാണ് അയാൾ തന്റെ പേര് അവനോട് പറയുന്നത്. വൈക്കൻ ഡേവിഡിന്റെ മകൻ സച്ചിൻ ഡേവിഡ് ആയിരുന്നു അത്. അത് കേട്ടതും വിനീത് ഒന്നുകൂടി
കൂടി ആലോചിക്കുന്നു. അർജുൻ വിജയായതുകൊണ്ട് തന്നെ പറഞ്ഞ പ്രകാരം ഹാരിസ് ബഷീർ എന്ന് പറയുന്ന ആ പ്രൊഡ്യൂസർ അവന്റെ സിനിമ എടുക്കും. തന്റെ സിനിമ ഒരുപാട് ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം സച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ വിനീത് തീരുമാനിക്കുന്നു. അവൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കി തരുന്നതിന് പകരം തനിക്ക് കാശൊന്നും വേണ്ട, തന്റെ ആദ്യത്തെ ഫിലിം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് വിനീത് സച്ചിനോട് ആവശ്യപ്പെടുന്നത്. സച്ചിൻ അതിന് ഓക്കെയും പറഞ്ഞു. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ആ ചിത്ര എന്ന് പറയുന്ന നോവലിന്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കി എടുക്കുന്നു. അതുമായിട്ട് വാഗമണിലുള്ള സച്ചിൻ ഡേവിഡിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സച്ചിന്റെ കൂടെ വേറെയും കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഹനയുടെ ക്യാരക്ടർ എവിടെയെന്നാണ് വിനീതിനോട് എല്ലാവരും ചോദിക്കുന്നത്. തുടക്കം തന്നെ പ്രേതം ആരാണെന്ന് പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല എന്നും തുടക്കം മുതൽ അവസാനം വരെ പ്രേതം ആരാണെന്ന് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുമായിരുന്നു സച്ചിൻ പറഞ്ഞത്. അവന്റെ ഐഡിയാസ് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലൊക്കേഷൻ അവൻ ഈ ബംഗ്ലാവിൽ നിന്നും തിരുവനന്തപുരം സിറ്റിയിലേക്കാക്കി. എന്നാൽ അവൻ പറയുന്നത് ഇങ്ങനെയൊരു ബംഗ്ലാവില് പ്രേതവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്ഥിരം ആൾക്കാർ കണ്ടുമറന്ന കാര്യങ്ങളാണ്. എന്നാൽ വലിയൊരു സിറ്റിക്കുള്ളില് നമ്മളുടെ അടുത്തൊരു വീട്ടില് 11 ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ദുരൂഹ സാഹചര്യത്തിലുള്ള അവരുടെ മരണം അതെല്ലാവരെയും പേടിപ്പെടുത്തും, അതും അത്രയും വലിയൊരു സിറ്റിയില്. പലർക്കും ഇത് ഇഷ്ടപ്പെട്ടു, സച്ചിനും ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കോ പ്രൊഡ്യൂസറായ ഹാരിഷ് ബഷീർ എന്ന് പറയുന്ന ആൾക്ക് ഹനയില്ലാതെ ഈ പടം എടുക്കാൻ പറ്റില്ല എന്നാണ് അയാളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വന്ന് പറയുന്നത്. ഈ ഹാരിസ് ബഷീർ ആരാണെന്ന് നമ്മളെ പിന്നീട് കാണിക്കൂ. സിനിമയിലുടനീളം ഹനയെ കാണിക്കുന്നില്ലെങ്കിൽ ഈ സിനിമ വിജയിക്കില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവരെല്ലാം സിനിമയിൽ നിന്ന് പിന്മാറി. എന്നാൽ തന്റെ കയ്യിൽ മുഴുവൻ കാശും വരികയാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനും വിനീതിനോട് സച്ചിൻ പറയുന്നു. ചിത്ര എന്ന പടം ഇറങ്ങിയ ശേഷം അവന്റെ പടം താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുമാണ് സച്ചിൻ പറയുന്നത്. എന്നാൽ ഇതിനിടയ്ക്കൂടെ ഫൈസൽ എന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസർ വന്നിട്ട് വിനീതിനോട് പറയുന്നുണ്ട്, സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഹനയെ ഒഴിവാക്കിക്കൊണ്ട് ഈ പടത്തിന് ഞാൻ ഓക്കെ പറയുകയാണെങ്കിൽ അവർക്ക് തന്നോട് വെറുപ്പാകും. അതിന് പകരം വേണമെങ്കിൽ വിനീതിന്റെ ഫസ്റ്റ് പടം താൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അവൻ കഴിവുള്ള ആളാണെന്ന് ഈ ഫൈസലിന് മനസ്സിലായി. എന്നാൽ വിനീതിന് സച്ചിനെ ചതിക്കാൻ തോന്നിയില്ല. സച്ചിനാണല്ലോ തന്റെ അടുത്തേക്ക് ആദ്യം വന്നത്. അയാളുടെ ചിത്ര എന്നുള്ള പടം അയാൾ എടുത്ത ശേഷം തന്റെ ഫസ്റ്റ് പടം അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയെന്നായിരുന്നു അവന്റെ മനസ്സിൽ. അവൻ ആരെയും ചതിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞുപോയി, ഒരു വർഷം കഴിഞ്ഞു. എന്നിട്ടും ചിത്ര എന്ന് പറയുന്ന പടവും ഇങ്ങ് എത്തിയില്ല. വിനീതിന്റെ ആദ്യത്തെ പടവും റിലീസായില്ല. പക്ഷെ അപ്പോഴേക്കും അർജുൻ തന്റെ ആദ്യത്തെ പടം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അർജുൻ വിനീതിന് മെസ്സേജ് അയക്കുന്നു, ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറാക്കി, അതിനുശേഷം നിങ്ങളുടെ ഷോർട്ട് ഫിലിംസിലെ മോൺസ്റ്റർ കണ്ടന്റ് താൻ ചെറുതായിട്ടൊന്ന് തന്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടൂ, അതുകൊണ്ടൊന്ന് കണ്ടു നോക്കണമെന്ന് വിനീതിനോട് അർജുൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഫിലിം താൻ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ തന്റെ ആ ഒരു ഐഡിയ അർജുൻ മോഷ്ടിച്ചിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവനും ഹനയും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലുമാണ്. അർജുൻ പറഞ്ഞ പ്രകാരം വിനീത് ആ സിനിമ കണ്ടു നോക്കി. അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ എങ്ങനെയായിരുന്നു ആ സിനിമ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് അർജുൻ അത് എടുത്തു വെച്ചിരിക്കുന്നത്. അവന്റെ എല്ലാ ഐഡിയാസും അതിലുണ്ടായിരുന്നു. വിനീതിന്റെ വിഷ്വലൈസേഷൻസും കട്ട് പോയിന്റ്സും എല്ലാം മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് അർജുൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി വിനീതായിട്ട് ഒരു സിനിമ എടുത്തു വെച്ചാൽ പോലും അത് അർജുനെ കോപ്പി അടിച്ചിട്ട് ചെയ്തതാണെന്ന് ആൾക്കാർ പറയൂ. ആ രീതിയിലായിരുന്നു അർജുൻ വിനീതിന്റെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് ആ ഐഡിയാസ് മുഴുവൻ മോഷ്ടിച്ചിരിക്കുന്നത്. നീ എന്റെ കഥ മാത്രമാണ് മോഷ്ടിച്ചിരുന്നതെങ്കിൽ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റിയേനെ, പക്ഷെ ഒരു സംവിധായകന്റെ ശൈലിയാണ് നീ മോഷ്ടിച്ചിരിക്കുന്നത്. ആദ്യ സിനിമ പോലും ചെയ്യാത്തൊരു സംവിധായകന്റെ ആ ശൈലി മോഷ്ടിച്ചു കരുന്നാൽ അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. എന്റെ കരിയർ തന്നെ നീ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും വിനീത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർജുന്റെ ആ സിനിമ ഇറങ്ങുകയും അത് വലിയ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്യുന്നതാണ്. ആ ഒരൊറ്റ സിനിമ കൊണ്ട് അർജുൻ ഒരുപാട് ഓഫറുകളാണ് വന്നത്. ആ അംഗീകാരം മുഴുവൻ വിനീതിന് കിട്ടേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം അർജുൻ കൊണ്ടുപോയി. സച്ചിന്റെ ചിത്ര എന്നുള്ള മൂവി ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. അത് നല്ലൊരു കഥയാണെങ്കിലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊന്ന് നിർമ്മിക്കണമെന്നായിരുന്നു സച്ചിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വൈക്കൻ ഡേവിഡിന്റെ ഒരു ചെറിയ കഥ കൊണ്ടുവന്ന് വിനീതിന്റെ കയ്യിൽ കൊടുത്തിട്ട് സച്ചിൻ പറയുന്നുണ്ട്, ഇതിൽ നീയൊന്ന് കൈവച്ച് ഇത് കുറച്ചുകൂടി നല്ലൊരു കഥയാക്കി നല്ല സ്ക്രിപ്റ്റ് ആക്കി മാറ്റണമെന്നും ഇതെടുത്തു കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കുമെന്നും. എന്നാൽ എന്തൊക്കെയാണെങ്കിലും ഇത് മറ്റൊരാളുടെ കഥയല്ലേ, അതിൽ ഞാൻ കൈവച്ച് വലിയൊരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റിയാലും അതൊരു മോഷണമായി മാറും. ആ തെറ്റ് താൻ ചെയ്യില്ല എന്നാണ് വിനീത് പറയുന്നത്. സച്ചിനെ വിശ്വസിച്ച് അവൻ കാത്തിരുന്ന സമയം എല്ലാം വേസ്റ്റായി. അവൻ ആരോടും വിശ്വാസമില്ലാതെയായി. താൻ ഇത്രയും കാലം നിന്നിരുന്ന തന്റെ ഈ രീതിയിൽ നിന്നെല്ലാം താൻ മാറണമെന്ന് അവന് തോന്നി. അവന്റെ ആദ്യത്തെ സിനിമ ഇപ്പോഴും ആ സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. മൃഗം എന്ന എടുക്കാതെ പോയ അവന്റെ ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് അവൻ കത്തിച്ചു കളയുന്നു. കാരണം അതിനെ ഇറക്കിയിട്ടും കാര്യമില്ല. അവന്റെ തന്നെ ഷോർട്ട് ഫിലിമിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ആണത്. അതേ ഷോർട്ട് ഫിലിമിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് അർജുൻ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് താനിനി ഈ സിനിമ ഇറക്കിയാലും അർജുനെ കോപ്പി അടിച്ചെന്ന് ആൾക്കാർ പറയൂ. അതുകൊണ്ടാണ് അവൻ അതെല്ലാം കത്തിച്ചു കളഞ്ഞത്. അതിനുശേഷം അവൻ തന്റെ രീതികൾ മാറ്റി. തിന്മയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന നായകനും ഒരു അടിപൊളി ക്ലൈമാക്സും നല്ല ആളുകൾക്ക് നല്ലത് സംഭവിക്കും എന്നുള്ള രീതികളൊക്കെ തന്നെ അവന്റെ മനസ്സിൽ നിന്ന് മാറി. അവൻ വീണ്ടും വർക്ക് ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് മറ്റൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി ഒരു സിനിമ എടുക്കുന്നു. സൂപ്പർ സ്റ്റാർ സ്വരൂപായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. മനുഷ്യൻ എന്നാണ് ആ സിനിമയുടെ പേര്. പ്രൊഡ്യൂസേഴ്സും നായകനും എല്ലാം തന്നെ ആ സിനിമ കണ്ടതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത ആഴ്ച അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് ഉടനെ തന്നെ ഇത് റിലീസാക്കാനായിരുന്നു അവരുടെ പ്ലാൻ.
ഫൈസലായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ആ ടൈമിനകം സച്ചിനാകട്ടെ ചിത്ര എന്ന് പറയുന്നുള്ള പടം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. സച്ചിന്റെ ആ പടം ഒരു സൈഡിൽ റിലീസാകാൻ പോകുന്നു. അതിന്റെ കൂടെയായിരിക്കും തന്റെ ഈ ഒരു പടവും റിലീസാകാൻ പോകുന്നത്. പിന്നെയുള്ളത് ദൈവം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ചെറിയ പടമാണ്. അതുകൊണ്ട് തന്റെ പടം തന്നെയായിരിക്കും ഹിറ്റാകാൻ പോകുന്നതെന്നായിരുന്നു അവൻ വിശ്വസിച്ചത്. എന്നാൽ അവന്റെ സുഹൃത്തുക്കളായ സുനിലേട്ടനും സുജിത്രാജും പറയുന്നുണ്ട്, നീ ആ ദൈവം എന്ന് പറയുന്ന പടം ഒന്ന് കണ്ടു നോക്കണമെന്ന്. അതും ഇതും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഇവർ പോയി ആ ദൈവം എന്ന് പറയുന്ന പടം കണ്ടു നോക്കി. അവന്റെ ഏകദേശം അതേ സ്റ്റോറി തന്നെയായിരുന്നു ആ പടത്തിനുണ്ടായിരുന്നത്. ക്ലൈമാക്സിലും അതേ രംഗങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണെന്ന് അവന് മനസ്സിലായി. ഇനിയിപ്പോൾ ഇവൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഈ മനുഷ്യൻ എന്നുള്ള പടം റിലീസാക്കിയാലും ആൾക്കാർ പറയും ദൈവം എന്ന സിനിമയുടെ കോപ്പിയാണിതെന്ന്. ഇതിപ്പോ അവന്റെ കഥയാരും മോഷ്ടിച്ചതല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണിത്. അങ്ങനെയാണ് അവൻ അതിനെ വിശ്വസിച്ചത്. ദൈവത്തിന്റെ കൂടെ ഇറങ്ങിയ സച്ചിന്റെ ചിത്ര എന്നുള്ള പടം 8 നിലയിൽ പൊട്ടി. വിനീതിന്റെ ഈ മനുഷ്യൻ എന്നുള്ള പടം ഇനിയിപ്പോൾ റിലീസ് ആക്കാനും വയ്യ. ദൈവം എന്ന് പറയുന്ന പടമാകട്ടെ ഹിറ്റുമായി. ഒടുവിൽ ഫൈസലിനോട് വിനീത് പറയുന്നുണ്ട്, നമ്മുടെ ഈ മനുഷ്യൻ എന്നുള്ള പടത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം, കുറച്ച് ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യാം. അങ്ങനാണെങ്കിൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് റിലീസ് ചെയ്യാമെന്നായിരുന്നു അവന്റെ പ്ലാൻ. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് വരുത്താൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് റൂമിലേക്കുള്ള ആക്സസ് കാർഡും വിനീതിന്റെ കയ്യിൽ ഫൈസൽ കൊടുത്തു. എന്നിട്ട് അവർ സിനിമയിലെ നായകൻ സ്വരൂപിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം 10 ദിവസത്തെ റീഷൂട്ടിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അപ്പോഴാണ് അവർ അറിയുന്നത് സ്വരൂപ് കാർ ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നുവെന്ന്. അതവർക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഇനി ആ സിനിമ അവർക്ക് റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും വിധി അവരെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയം ഫൈസൽ ചിന്തിക്കുന്നത് ജനങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്യാമെന്നാണ്. സ്വരൂപ് മരിച്ചിരിക്കുന്നു, അവന്റെ അവസാനത്തെ സിനിമ എന്നുള്ള രീതിയിൽ മനുഷ്യൻ എന്നുള്ള സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഹിറ്റാകും, ഒരുപാട് കാശും കിട്ടും. എന്നാൽ വിനീതിന് സമ്മതമായിരുന്നില്ല. കാരണം അതവന്റെ ആദ്യത്തെ പടമാണ്. അതിന് മറ്റൊരു പടവുമായിട്ട് സാമ്യം തോന്നാൻ പാടില്ല. തന്റെ ഐഡന്റിറ്റി കൂടിയാണത്. പക്ഷെ ഇതൊന്നും ഫൈസൽ കേൾക്കുന്നില്ല. ആ പടം താൻ അങ്ങനെ തന്നെ റിലീസാക്കുമെന്നും സ്വരൂപിന്റെ ഫാൻസിന്റെ കാശെങ്കിലും തനിക്ക് കിട്ടുമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഇതോടെ വിനീതിന് ദേഷ്യം വരുന്നു. തന്റെ കയ്യിൽ ആക്സസ് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ എഡിറ്റിംഗ് റൂമിൽ കയറുകയും ആ സിനിമയുടെ എല്ലാ ക്ലിപ്പിംഗ്സും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇവനീ ചെയ്ത കാര്യങ്ങളെല്ലാം ഫൈസല് എല്ലാവരെയും അറിയിക്കുന്നു. അതോടുകൂടി മലയാള സിനിമയെ ആരാധിച്ചിരുന്ന എല്ലാവരും വിനീതിനെ വെറുക്കാൻ ആരംഭിച്ചു. മരിച്ചുപോയൊരു നടന്റെ അവസാനത്തെ സിനിമ റിലീസാക്കാൻ പറ്റാത്തതിന് കാരണം ഇവനാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ ആൾക്കാർ അവനെ തെറി വിളിക്കുകയായിരുന്നു. ആദ്യത്തെ സിനിമ പോലും എടുക്കാൻ പറ്റാതെ പോയ വിനീത് എന്ന് പറയുന്ന ആ സംവിധായകന് ഇനി മലയാള സിനിമയിൽ ഒരു അവസരവും കിട്ടാൻ പോകുന്നില്ല എന്ന് എല്ലാവരും വിധിയെഴുതി. അവന് ബാൻ ഏർപ്പെടുത്തി. അവനെതിരെ കേസ് വന്നു. പ്രൊഡ്യൂസർ ഫൈസലിന് നഷ്ടമായ 3 കോടി രൂപ അവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒടുവിൽ ആ കാശ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു ഡീലിനൊരുങ്ങുന്നു. അവന്റെ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അർജുൻ ദാസ് എടുത്ത ആഫ്റ്റർ പാർട്ടി എന്ന് പറയുന്ന പടം വലിയ ഹിറ്റായി. അതിന്റെ സെക്കൻഡിന് വേണ്ടിയിട്ട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വിനീതിന്റെ കയ്യില് തന്റെ ഷോർട്ട് ഫിലിമിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു കോപ്പി മാത്രമേ അവൻ കത്തിച്ച് കളഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കോപ്പി മൂകാംബിക ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടി സുനിലേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കോപ്പി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അത് അർജുന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് അവന്റെ ആഫ്റ്റർ പാർട്ടി എന്ന് പറയുന്ന പടത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഈ സ്ക്രിപ്റ്റ് നീ സിനിമയാക്കി ഇറക്കിക്കൊള്ളാൻ വിനീത് പറയുന്നു. അതിന് പകരമായിട്ട് അർജുൻ വിനീതിനോട് പറയുന്നത് തന്റെ മുകളിലുള്ള ബാൻ റിലീസ് ചെയ്യണമെന്നാണ്. ഫൈസലുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം. അങ്ങനെ അർജുനും വിനീതും തമ്മിൽ ആ ഡീല് സൈൻ ചെയ്തു. വിനീതിന്റെ ആ സ്ക്രിപ്റ്റിലുള്ള അവകാശം മുഴുവൻ അർജുന് കിട്ടി. താൻ ലാസ്റ്റ് ഇറക്കിയ ചിത്ര എന്നുള്ള പടം പൊട്ടിയത് കാരണം സച്ചിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് നഷ്ടപ്പെട്ടു. തൽക്കാലം ഇനിയിപ്പോ സിനിമയൊന്നും പിടിക്കണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു സച്ചിൻ നിന്നിരുന്നത്. ബാനും പ്രശ്നങ്ങളും ഒക്കെ മാറിയെങ്കിലും ഫൈസലിന് ഇപ്പോഴും വിനീതിനോട് ദേഷ്യമുണ്ട്. നീ ഇനി ഒരു സിനിമയും ചെയ്യില്ലെന്നും മര്യാദയ്ക്ക് ഒന്നും ഇറക്കാൻ താൻ സമ്മതിക്കില്ലെന്നും തന്നെയാണ് ഫൈസൽ പറയുന്നത്. എന്നാൽ ആ സമയം വിനീതിന്റെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു. ഇത്രയും നേരം പേര് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ, ഹാരിസ് ബഷീർ. അയാൾ വിനീതിനോട് പറയുന്നുണ്ട്, നിന്റെ പടം എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നീ കഴിവുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ മനുഷ്യൻ എന്നുള്ള പടം അവൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് മുൻപ് തന്നെ ഈ ഹാരിസ് അത് കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഹാരിസിന്റെ സഹോദരിയാണ് ഹന. ഹനയുടെ അടുത്തിറങ്ങിയ പടം എല്ലാം പൊട്ടിപ്പോയി. അവൾക്കൊരു കംബാക്ക് വേണം. അത് വിനീതിന്റെ പടത്തിലൂടെ തന്നെ ആകണമെന്ന് ഹനയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കൂടാതെ ഹനയും അർജുനും തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. അർജുനോട് റിവഞ്ച് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും കൂടിയാണ് ഹന വിനീതിനോട് പറയുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാൻ ഹാരിസ് തയ്യാറാണ്, അഭിനയിക്കാൻ ഹനയും തയ്യാറാണ്. ഇനി ഒരു സ്ക്രിപ്റ്റ് മതി. അതിനിടയ്ക്ക് സച്ചിൻ അറിയുന്നുണ്ട് അർജുൻ ഇറക്കാൻ പോകുന്ന ആഫ്റ്റർ പാർട്ടി 2 എന്ന് പറയുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റ് വിനീതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണെന്ന്. എല്ലാവരും ഈ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ്. താനും ഈ ഫീൽഡ് വിട്ടു പോകുന്നില്ല എന്നും എങ്ങനെയെങ്കിലും താനും ഇതേ ഫീൽഡിൽ നിന്ന് വലിയൊരു മഹത് വ്യക്തി ആകുമെന്നുമാണ് സച്ചിൻ പറയുന്നത്. അങ്ങനെ വിനീത് വീണ്ടും സ്ക്രിപ്റ്റ് എഴുതാൻ ആരംഭിച്ചു. ഇതെങ്കിലും തന്റെ ആദ്യ പടമായിട്ട് ഇറക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നു. അവൻ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഒരുപാട് ഹൊറർ സിനിമകളും മറ്റും അവൻ കണ്ടു നോക്കി. ഒന്നിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. അതിനിടയ്ക്ക് കോളേജിലെ ഒരു റാഗിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയേഴ്സ് കംപ്ലൈന്റ് കൊടുത്തത് കാരണം MBBS പഠിച്ചുകൊണ്ടിരുന്ന സുജിത്രാജിനെ കോളേജിൽ നിന്നും പുറത്താക്കി. അവന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ല. കുറെ ദിവസങ്ങളായിട്ട് അവൻ ഹോസ്റ്റലിലിരുന്ന് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിനീതിന് എഴുതാൻ പറ്റാത്ത സമയത്തും സുജിത് തന്റെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കി. യുദ്ധം എന്നായിരുന്നു ആ സ്റ്റോറിക്ക് പേരിട്ടത്. അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നിനക്കിത് സിനിമയാക്കാൻ പറ്റുമോ എന്ന് വിനീതിനോട് സുജിത്ത് ചോദിക്കുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ MBBS സീറ്റ് നേടിയിട്ടും
അവന്റെ ST റിസർവേഷനിലാണ് അവന് സീറ്റ് കിട്ടിയതെന്ന് എല്ലാവരും പറയാൻ ആരംഭിച്ചു. അവന്റെ ബാക്ക്ഗ്രൗണ്ട് കാരണം അവന്റെ കഴിവാരും കണ്ടില്ല. ഒരു റിസർവേഷനും ഇല്ലാതെ കഴിവുകൊണ്ട് ഉയരങ്ങളിലേക്ക് വരണമെങ്കിൽ സിനിമ തന്നെയാണ് നല്ലത്. അവിടെ ആരും എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യില്ല, എന്റെ കഴിവായിരിക്കും ചെക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് ജാതിക്കാരനാണെങ്കിലും ശരി, അവൻ അവിടെ ഫ്ലോപ്പ് ആകും. നല്ലതാണെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അവന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വിനീത് പറയുന്നുണ്ട്, ഇതിനകത്ത് പൊളിറ്റിക്സും ഹ്യൂമേഴ്സും ഒക്കെ കൊള്ളാം, പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ എന്നുള്ള രീതിയിൽ ഇത് വെറും ഫ്ലോപ്പ് ആകും. എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഇറക്കുകയാണെങ്കിൽ എന്തായാലും ഹിറ്റ് ആവുകയും ചെയ്യും. പക്ഷെ താൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു സിനിമയല്ല എന്ന് വിനീത് പറയുന്നു. അവൻ ആഗ്രഹിച്ചത് പ്രേതത്തെയും ദൈവത്തെയും ഒന്നും വിശ്വസിക്കാത്ത ഒരു യുക്തിവാദി പോലും ഭയപ്പെടുന്ന ഒരു സിനിമ ഇറക്കാനായിരുന്നു. ഇതൊന്നുമല്ലാത്ത മനുഷ്യന്റെ യഥാർത്ഥ ഭയത്തെ കണ്ടെത്തണം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന് വീട്ടിൽ നിന്നും കോള് വരുന്നു. കോമയിൽ കിടന്ന അവന്റെ അപ്പൂപ്പൻ ഇടയ്ക്ക് കണ്ണു തുറന്നുവെന്നും ആളുടെ അവസ്ഥ കുറച്ച് സീരിയസ് ആണെന്നും. അങ്ങനെ അവൻ അപ്പൂപ്പന്റെ അടുത്തേക്ക് എത്തി. അച്ഛനെ അമ്മയൊക്കെ മാറ്റി നിർത്തിയിട്ട് സുജിത്തും വിനീതും കൂടെ അപ്പൂപ്പനോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ആള് മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പൾസ് ഒന്നും ഇല്ലാന്നാണ് സുജിത്ത് പറയുന്നത്. തന്റെ ഷോർട്ട് ഫിലിം കണ്ടാണല്ലോ അപ്പൂപ്പന് ഈ ഗതി വന്നതെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ അപ്പൂപ്പൻ കണ്ണു തുറന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടൊന്നുമല്ല ഞാൻ കോമയിലായത്. പിന്നെ എങ്ങനെയാണ് അപ്പൂപ്പൻ ഈ അവസ്ഥയിലായതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ചിതാഭസ്മം രാമേശ്വരത്ത് കൊണ്ടുപോയി ഒഴുക്കണം, തനിക്ക് മോക്ഷം കിട്ടണം, സത്യത്തെക്കാൾ നല്ലത് നുണ വിശ്വസിച്ച് മരിക്കുന്നതാണ്. അതും പറഞ്ഞ് അയാൾ താഴേക്ക് വീഴുന്നു. അങ്ങനെ അവന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. പക്ഷെ എന്നാലും അന്ന് അയാൾ എന്ത് കണ്ടിട്ടാണ് കോമയിലായതെന്നുള്ള ചിന്തയായിരുന്നു വിനീതിന്റെ മനസ്സ് മുഴുവൻ. അവൻ ഇവരുടെ റിയാക്ഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്, അവന്റെ ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് അവന്റെ അപ്പൂപ്പൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ആ ബുക്കിലുണ്ടായിരുന്ന എന്തോ ഒരു സത്യമാണ് അയാൾ കോമയിലാകാൻ കാരണമായത്. അവൻ ആ ബുക്ക് അന്വേഷിക്കുന്നു. അത് ഡെവിൾസ് ഐലൻഡ് എന്നുള്ള ആ ബുക്കായിരുന്നു. വൈക്കൻ ഡേവിഡ് അതിന്റെ മറ്റെല്ലാ കോപ്പികളും കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു കോപ്പി മാത്രം നമ്മുടെ വിനീതിന്റെ കയ്യിൽ അന്നുണ്ടായിരുന്നു. വിനീത് ആ ബുക്ക് കണ്ടുപിടിച്ച് ഒന്നുകൂടി വായിക്കുന്നു. ചെറുപ്പത്തിൽ അവൻ അതിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവൻ ആ ബുക്കിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. സത്യത്തെക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നും ഈ ലോകത്തില്ലാന്ന് അവന് മനസ്സിലായി. ആ ബുക്കിലും അങ്ങനൊരു സത്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ബുക്കിന്റെ സ്റ്റോറി സ്ക്രിപ്റ്റാക്കി അതൊരു സിനിമയാക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. ആ ബുക്കിലൂടെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, വൈക്കൻ ഡേവിഡ് എഴുതിയിരുന്ന നോവലുകളൊന്നും അയാളുടേതല്ല, അയാൾ അതെല്ലാം മോഷ്ടിച്ചതാണ്. ഈ ഡെവിൾസ് ഐലൻഡ് പോലും അയാൾക്ക് വേണ്ടി പീറ്റർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ്. ആ ബുക്കിന്റെ അവസാനം വൈക്കൻ ഡേവിഡിന്റെ നോവലിന്റെ എല്ലാം തന്നെ യഥാർത്ഥ ഉടമ താനാണെന്ന് പീറ്റർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സത്യം വായിച്ചിട്ടാണ് ശരിക്കും വിനീതിന്റെ ഗ്രാൻഡ് ഫാദറിന് ഷോക്കുണ്ടാവുകയും കോമയിലേക്ക് പോവുകയും ചെയ്തത്. ഈ സത്യം അധികാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് എന്ന് ഈ ബുക്ക് പിൻവലിച്ചതെന്ന് വിനീതിന് മനസ്സിലായി. ഈ ബുക്കിന്റെ റൈറ്റ്സ് നമ്മൾക്ക് കിട്ടണം, അതുകൊണ്ട് മഞ്ചാടി പബ്ലിക്കേഷനിൽ പോയിട്ട് റൈറ്റ്സ് വാങ്ങാൻ പറഞ്ഞുവിടുന്നത് സുജിത്തിനെയാണ്. എന്നാൽ ഈ ബുക്ക് കണ്ടതും ആ മഞ്ചാടി പബ്ലിക്കേഷനിലെ വേണു ആകട്ടെ ആ ബുക്കും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അയാൾ നേരെ പോകുന്നത് സച്ചിന്റെ അടുത്തേക്കാണ്. സച്ചിനാകട്ടെ തന്റെ ബംഗ്ലാവൊക്കെ വിട്ടിട്ട് ആ കാശ് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു. ഡെവിൾസ് ഐലൻഡിന്റെ ഈ ലോകത്ത് അവസാനിക്കുന്ന ഒരേയൊരു കോപ്പി ഡേവിഡിന് കൊടുക്കണമെന്ന് വേണു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡേവിഡ് മരിച്ചതുകൊണ്ട് അത് സച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേണു ആ ബുക്കും കൊണ്ട് സച്ചിന്റെ അടുത്തേക്ക് വന്നത്. വേണുവിനെ ഫോളോ ചെയ്ത് വന്ന വിനീത് ഇതെല്ലാം കാണുന്നുണ്ട്. ഈ ബുക്കിന് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിൻ അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അതോടുകൂടി വിനീത് സന്തോഷിക്കുന്നു. കാരണം ആ ബുക്കിന്റെ അവസാനത്തെ കോപ്പിയും നഷ്ടപ്പെട്ടു. ഇനി അതിന്റെ റൈറ്റ്സ് ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ആ ബുക്കിന്റെ ഫുൾ സ്റ്റോറി ഇപ്പോൾ തന്റെ തലയിലുണ്ട്. താനത് സ്ക്രിപ്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് തന്റെ കഥയാണെന്ന് പറഞ്ഞ് ആരും വരാൻ പോകുന്നില്ല. അങ്ങനെ വിനീത് നിധി എന്നുള്ള പേരില് ആ ഡെവിൾസ് ഐലൻഡിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിലെ നായിക ഹനയായിരുന്നു. പ്രൊഡ്യൂസർ ഹനയുടെ സഹോദരൻ ഹാരിസ് ബഷീറും. അവന്റെ സിനിമയുടെ പോസ്റ്റർ വന്നു. ഫൈസൽ ഇത് കണ്ട് അവനെ വെല്ലുവിളിക്കുന്നു, നീ എത്ര വലിയ സിനിമ കൊണ്ടുവന്നാലും അതെല്ലാം ഫ്ലോപ്പ് ആകത്തേ ഉള്ളൂ എന്ന്. തന്റെ സ്ക്രിപ്റ്റ് ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് അവൻ ആർക്കും വായിക്കാൻ കൊടുക്കുന്നില്ല. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ ലൈൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സത്യത്തെക്കാൾ ഭയപ്പെടുത്തുന്നതായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. തലവരെ തിരുത്തി കുറിക്കാൻ പോയി പരാജയപ്പെട്ട ഒരാളുടെ സത്യമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. നല്ല രീതിയിൽ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വൻ ഹിറ്റാവും. എന്നാൽ റോങ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ ഫ്ലോപ്പായി മാറുകയും ചെയ്യും. അതായിരുന്നു ഈ സിനിമയുടെ പ്രത്യേകത. ഈ ലോകത്ത് വിജയിച്ചവരെക്കാൾ കൂടുതൽ പരാജയപ്പെട്ടവരാണ്. അവരാണ് ഈ ലോകത്ത് ഭൂരിപക്ഷം ഉള്ളത്. ഈ സിനിമ എത്തേണ്ടതും അങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ്. അതായിരുന്നു വിനീതിന്റെ ആഗ്രഹം. ഹനയോട് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു 8 കിലോ കുറയ്ക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. അതിനിടയ്ക്ക് വിനീത് കൊടുത്ത സ്ക്രിപ്റ്റ് വെച്ചിട്ട് അർജുൻ ഇറക്കിയ ആഫ്റ്റർ പാർട്ടി 2 വൻ ഹിറ്റായി മാറി. എന്നാൽ ഈ പ്രാവശ്യം ആ സ്ക്രിപ്റ്റ് വിനീതിന്റെയാണെന്ന് ആ ഫിലിം ക്രിട്ടിക് ആയിട്ടുള്ള ആനന്ദ് കണ്ടുപിടിച്ചു. അയാൾ ആ സിനിമയുടെ റിവ്യൂവിൽ പറയുന്നുണ്ട്, വിനീതിന്റെ ഷോർട്ട് ഫിലിമുമായിട്ട് വലിയ രീതിയിൽ സാമ്യമുള്ളതാണ് ഈ ഒരു സിനിമ എന്ന്. ആ റിവ്യൂ വന്നതോടുകൂടി അർജുന് ദേഷ്യം വരുന്നു. അർജുന് വിനീതിനോടും ഈ ഫിലിം ക്രിട്ടിക് ആനന്ദിനോടും പക വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയെങ്ങാനും വിനീത് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അർജുൻ സിനിമാ മേഖലയിൽ താഴേക്ക് പോകുമെന്ന് അവന് പേടിയായി. വിനീതാകട്ടെ ഹനയെ വെച്ച് തന്റെ നിധി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു. എന്നാൽ ആ സമയം ഹനയെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അർജുൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ റിലേഷൻഷിപ്പിലായി എന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു പെൺകുട്ടിയുടെ കൂടെ എന്നുള്ള ഫോട്ടോ അവൻ പോസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടതോടുകൂടി ഹന ആകെ സങ്കടത്തിലായി. താൻ 10 ദിവസത്തെ ബ്രേക്ക് എടുക്കുകയാണെന്നും അത് കഴിഞ്ഞിട്ട് ബാക്കി
ഷൂട്ടിംഗ് മതിയെന്നും പറഞ്ഞിട്ട് പാതി വഴിക്ക് ഷൂട്ടിംഗ് നിർത്തിയിട്ട് പോയി. വിനീതിന്റെ സിനിമ വീണ്ടും ഡിലേ ആയി. 10 ദിവസം കഴിഞ്ഞിട്ട് ഹനി അവൻ കണ്ടതും ഞെട്ടിപ്പോയി. അവൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിരിക്കുന്നു. അവന്റെ ക്യാരക്ടറിന് അതൊട്ടും യോജിച്ചതല്ല. അവൾ വെയിറ്റ് കുറയ്ക്കാതെ നിർവാഹമില്ല. അവളോട് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഈ വെയിറ്റ് വെച്ചിട്ട് നിനക്ക് സിനിമ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി എന്നാണ് ഹന പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ഡേറ്റ് സച്ചിന് കൊടുക്കും. സച്ചിൻ പുതിയൊരു റൈറ്ററിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മെൽജോ എന്നാണ് അവന്റെ പേര്. ഇടയ്ക്ക് ദൈവം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഹിറ്റായിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ റൈറ്ററായിരുന്നു മെൽജോ. മെൽജോയ്ക്ക് വേണ്ടിയിരുന്നത് ഹനയുടെ ഇപ്പോഴുള്ള രൂപമായിരുന്നു. അതുകൊണ്ട് അവളെ അങ്ങനെ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അവർ തയ്യാറാണ്. കയ്യിൽ കാശില്ലാതിരിക്കുന്ന സച്ചിൻ എങ്ങനെയാണ് ഹനയെ വെച്ച് സിനിമ എടുക്കുന്നതെന്ന് വിനീത് ആലോചിക്കുന്നു. അപ്പോഴാണ് മെൽജോയിൽ നിന്നും വിനീത് അറിയുന്നത് സച്ചിന്റെ പടം ഫണ്ട് ചെയ്യുന്നത് അർജുനാണെന്ന്. വിനീതിന്റെ സിനിമയിൽ നിന്നും ഹനയെ മാറ്റാൻ വേണ്ടിയിട്ട് അർജുൻ കളിക്കുകയായിരുന്നു. സച്ചിനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഹനയെ സച്ചിന്റെ സിനിമയിലേക്ക് കൊണ്ടുവരിക. അതാകുമ്പോ വിനീതിന്റെ സിനിമ പാതി വഴിക്ക് നിൽക്കും. എന്നാൽ ഹനയ്ക്ക് ഇതറിയില്ല. അർജുനാണ് കാശിറക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹന ആ സിനിമയിൽ നിന്ന് പിന്മാറും. അത് മെൽജോ തന്നെ വിനീതിനോട് പറയുന്നു. കാരണം വിനീതിന്റെ ഈ പടം തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണമെന്ന് മെൽജോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരിതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുജിത് രാജ് വന്ന് വിനീതിനോട് പറയുന്നത് ആ ഫൈസൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വന്ന് എന്റെ സ്ക്രിപ്റ്റായ യുദ്ധം എന്ന് പറയുന്ന ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുവെന്ന്. എന്നിട്ട് അയാൾ നമ്മുടെ പടത്തെ പറ്റി പലതും ചോദിക്കുകയും ചെയ്തു. നീ എന്തെങ്കിലും പറഞ്ഞുവെന്ന് മെൽജോയും വിനീതും അവനോട് ചോദിച്ചതും ഞാനൊന്നും പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ സേഫ് ആണെന്ന് സുജിത്ത് പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ ബാഗിൽ കൈയിട്ടതും സ്ക്രിപ്റ്റ് അതിലുണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇത് അർജുൻ തന്നെ ചെയ്തതായിരിക്കാമെന്ന് കരുതിയിട്ട് വിനീത് പോയി അർജുനോട് വഴക്കിടുന്നു. എന്നാൽ അർജുൻ പറയുന്നുണ്ട് ഞാൻ നിന്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ടില്ല എന്ന്. നീ എന്തെങ്കിലും സക്സസ്ഫുൾ ആവുമെന്ന് പേടിച്ചാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നെല്ലാം തന്നെ നിനക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇൻഡസ്ട്രിയിൽ വളർന്നു വരികയാണെങ്കിൽ ഇന്ന് ആ ഫിലിം ക്രിട്ടിക്ക് ആനന്ദിന് തോന്നിയ പോലുള്ള ഡൗട്ട് പലർക്കും തോന്നാൻ തുടങ്ങും. എന്റെ സർവൈവലിനെ അത് ബാധിക്കും. നീ ഒരിക്കലും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നിന്റെ സ്ക്രിപ്റ്റ് എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞേനെ. പക്ഷെ ഇപ്പൊ നിന്റെ സ്ക്രിപ്റ്റ് എടുത്തിരിക്കുന്നത് ഞാനല്ല. ഇതൊക്കെ കേട്ടിട്ട് ആനന്ദിനോട് പോയി വിനീത് ചോദിക്കുന്നുണ്ട് അർജുൻ ഇറക്കിയ ആഫ്റ്റർ പാർട്ടി 1 സിനിമ കണ്ടപ്പോൾ അവൻ എന്റെ കഥ മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന്. ആ സിനിമയിൽ നിന്റെ സിഗ്നേച്ചർ സ്റ്റൈല് മാത്രമേ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കഥ കൂടുതലും അവന്റെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് നിനക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ ആഫ്റ്റർ പാർട്ടി 2 ഫുൾ സ്ക്രിപ്റ്റും നിന്റേതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചത്. എന്തൊക്കെയാണെങ്കിലും നീ ആ സ്വരൂപ് എന്ന് പറയുന്ന ആക്ടറിന്റെ അവസാനത്തെ സിനിമയായ മനുഷ്യന്റെ ഫുൾ ക്ലിപ്സും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഒരുപാട് പേര് അധ്വാനിച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അവരുടെ എല്ലാ അധ്വാനമാണ് നീ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. എന്നാൽ ഇതെല്ലാം കേട്ട് അവൻ പറയുന്നുണ്ട് അവർക്കെല്ലാം കുറച്ച് ദിവസത്തെ അധ്വാനം ഉണ്ടാവും. എന്നാൽ ഒരു എഴുത്തുകാരനായ എനിക്ക് അതിലേറെ ദിനങ്ങളുടെ അധ്വാനമുണ്ട്. ഇല്ലാത്ത ചിന്തകൾ മുഴുവൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു സ്ക്രിപ്റ്റ് ആ രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ മാസങ്ങളോളം അതിന്റെ പിന്നില് ഉറക്കമൊഴിച്ച് പ്രയത്നിച്ചെങ്കിലേ പറ്റൂ. ആ പ്രയത്നത്തിന്റെ എല്ലാ ഫലം എനിക്ക് തിയേറ്ററിൽ ആൾക്കാരുടെ ഫേസിൽ നിന്ന് കിട്ടണം. അത് കിട്ടാത്തടത്തോളം കാലം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകില്ല. മനുഷ്യനെന്നുള്ള പടം ഇറക്കിയിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. അത് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. മുൻപ് ഞാൻ ഇത്രയും സെൽഫിഷ് ആയിരുന്നില്ല. എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ സെൽഫിഷ് ആകണമെന്ന് എന്റെ അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചതെന്നും അവൻ പറയുന്നു. തന്റെ സിനിമ മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചിൻ ഹനയെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ പിന്നില് ശരിക്കും അർജുനാണെന്നുള്ള കാര്യം ഹനയെ ഇവർ അറിയിക്കുന്നു. അതോടുകൂടി ഹന ആ സിനിമ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാനും എനിക്ക് പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. ഒടുവിൽ അവളെ ആ രൂപത്തിൽ തന്നെ തന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിനീത് തീരുമാനിച്ചു. എന്നാൽ എത്രയൊക്കെ ടേക്ക് എടുത്തിട്ടും ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ക്യാരക്ടറിന് അവളുടെ വെയിറ്റ് ഒട്ടും തന്നെ മാച്ച് ആയിരുന്നില്ല. എക്സ്പ്രഷൻസ് ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ആരും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം അവളെ കാണാതാവുകയും ചെയ്തു. പിന്നീട് അറിയുന്നത് അവൾ അർജുനെ വിവാഹം കഴിച്ചു എന്നാണ്. അർജുനും അവളും വീണ്ടും ഒന്നിച്ചു. തന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞത് കാരണം വിനീതിന്റെ പടം വീണ്ടും പാതി വഴിക്ക് നിർത്താൻ വേണ്ടിയിട്ട് അർജുൻ അടുത്ത കളി കളിച്ചതാണ്. ഹനയുമായിട്ടുള്ള പിണക്കമെല്ലാം മാറ്റി അവളെ വിവാഹം കഴിച്ചു. ഹാരിസ് ബഷീറിനും ഇത് വലിയൊരു അടിയായിരുന്നു. വിവാഹശേഷം മീഡിയയോട് ഹന പറയുന്നുണ്ട് വിനീതിന്റെ സിനിമയിൽ നിന്നും താൻ പിന്മാറിയെന്നും തന്റെ വെയിറ്റ് അയാൾക്കൊരു പ്രശ്നമായിരുന്നുവെന്നും. ഇതോടെ ആൾക്കാരെല്ലാം വിനീതിനെ വീണ്ടും വെറുക്കാൻ ആരംഭിച്ചു. തന്റെ സഹോദരി തന്നെ ചതിക്കുമെന്ന് കരുതിയില്ല എന്ന് ഹാരിസ് പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ പാതി വഴിക്ക് നിൽക്കാൻ പാടില്ല. പുതിയൊരു ഹീറോയിനെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ മറ്റൊരു ഹീറോയിനെ കണ്ടെത്തി അവർ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഫൈസൽ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. സുജിത്തിന്റെ യുദ്ധം എന്ന സിനിമ താൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. സ്ക്രിപ്റ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ അറിയാം. നല്ലൊരു എഡിറ്ററിനെയും അസോസിയേറ്റ് ഡയറക്ടറിനെയും വെച്ചിട്ട് അത് താൻ ശരിയാക്കും. എന്നിട്ട് നിന്റെ സിനിമ റിലീസാകുന്നതിന്റെ അന്ന് തന്നെ ആ സിനിമയെ റിലീസാക്കും. സുജിത്ത് നേരിട്ട് വന്ന് വിനീതിനോട് പറയുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും കോളേജിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ തനിക്ക് സിനിമ മാത്രമേ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. അതുകൊണ്ട് വിനീതിന്റെ കൂടെ അവന്റെ സിനിമയിൽ പ്രവർത്തിക്കുന്നതെല്ലാം നിർത്തിയിട്ട് തന്റെ സിനിമയുമായിട്ട് സുജിത്ത് മുന്നോട്ട് പോയി. കൂടാതെ മെൽജോയുടെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഹനയെ നായികയാക്കി സച്ചിനൊരു പടം നിർമ്മിക്കാനിരുന്നില്ലേ, അതിൽ നിന്ന് സച്ചിനെ പുറത്താക്കിയിട്ട് അർജുനും ഹനയും ചേർന്ന് അതിലെ ഡയറക്ടറായിട്ട് സുജിത്തിനെ തെരഞ്ഞെടുത്തു. സച്ചിൻ ഇപ്പോൾ എല്ലായിടത്തുനിന്നും പുറത്തായി. അങ്ങനെ വിനീതിന്റെ കൂടെ അവന്റെ സിനിമയുടെ പാർട്ടാകാതെ സുജിത്ത് സ്വന്തം സിനിമയുടെ പിന്നാലെ പോയി. ഒടുവിൽ സുജിത്തിന്റെ യുദ്ധം സിനിമയും വിനീതിന്റെ നിധി സിനിമയും ഒരുമിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. തന്റെ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും പ്രേക്ഷകർ അത്
സ്വീകരിക്കുമെന്നും വിനീത് ഇന്റർവ്യൂവിൽ പറയുന്നു. എന്നാൽ അവൻ പ്രതീക്ഷിച്ച പോലെ അവന്റെ സിനിമയുടെ പോസ്റ്റർ എങ്ങും വന്നില്ല. യുദ്ധം സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ചില ഏരിയയിൽ മാത്രം വളരെ മോശമായിട്ടുള്ള 1-2 പോസ്റ്റേഴ്സ് മാത്രം തന്റെ സിനിമയുടെ പേരിൽ വിനീത് കണ്ടു. എന്നാൽ ഇങ്ങനെ പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ആര് സിനിമ കാണാൻ വരില്ലാന്ന് അവൻ പ്രൊഡക്ഷൻ കൺട്രോളറിനോട് പറയുന്നു. എന്നാൽ അയാൾ പറയുന്നത് ഈ സിനിമ വിജയിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല എന്നാണ്. അത് കേട്ട് വിനീത് ഞെട്ടി. എന്താ എല്ലാവരും അങ്ങനെ പറയുന്നെന്ന് ചോദിക്കുന്നു. കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഈ സിനിമ ഫ്ലോപ്പ് ആകണമെന്നാണ്. ഇതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ഹാരിസ് ബഷീർ ആഗ്രഹിച്ചത് ഈ സിനിമ വിജയിക്കാൻ പാടില്ല എന്നാണ്. ഈ സിനിമ അയാൾ എടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെ തന്റെ സഹോദരി ഹനയ്ക്ക് ഒരു കംബാക്ക് കൊടുക്കാനാണ്. ഹനയില്ലാത്ത സ്ഥിതിക്ക് ഈ സിനിമ വിജയിക്കണമെന്ന് അയാൾക്ക് താല്പര്യമില്ല. കൂടാതെ ഇതിന്റെ പിന്നിൽ മറ്റൊരു ദുരുദ്ദേശം കൂടിയുണ്ട്. ഇയാളുടെ ഒരുപാട് സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് ടാക്സ് അടയ്ക്കുകയും വേണം. എന്നാൽ ഏതെങ്കിലും ഒരു സിനിമ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് VFX ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതിന് ഒരുപാട് കാശ് ചെലവായിട്ടുണ്ടെന്നും കണക്കാക്കി വലിയൊരു ബഡ്ജറ്റ് ഇടണം. എന്നിട്ട് ആ സിനിമ എങ്ങനെയെങ്കിലും ഫ്ലോപ്പ് ആക്കണം. അങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് 1 വർഷം അടയ്ക്കേണ്ട ടാക്സിന്റെ എമൗണ്ടും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു സിനിമ ഫ്ലോപ്പ് ആക്കിയെങ്കിൽ മാത്രമേ അയാൾക്ക് വലിയ തുക ടാക്സ് അടയ്ക്കാതിരിക്കേണ്ടി വരൂ. ഇടയ്ക്ക് വിനീത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ സിനിമ ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ ഫ്ലോപ്പ് ആകുമെന്ന്. അതായിരുന്നു അയാൾക്ക് ഇതിലുള്ള വിശ്വാസം. അയാൾ തെറ്റായ രീതിയിലാണ് ഈ സിനിമ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇത് കാണാനും വരില്ല, ഈ സിനിമ ഫ്ലോപ്പ് ആവുകയും ചെയ്യും. പക്ഷേ വിനീതിന് ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു. തന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. തന്റെ വിധി ഇപ്പോൾ തന്റെ കൺട്രോളിലല്ല. ഒടുവിലവൻ FBയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. എന്റെ സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിൽ ഒന്നല്ല, ഏറ്റവും മികച്ച ഹൊറർ സിനിമ തന്നെയാണ്. ഇത് എന്റെ ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണണമെന്നും ഭയപ്പെടണമെന്നും അവൻ പറയുന്നുണ്ട്. സിനിമ റിലീസാകുന്നതിന്റെ തലേന്ന് രാത്രിയില് സച്ചിൻ വന്ന് അവനോട് പറയുന്നുണ്ട്, മഹാനാകാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ തോറ്റുപോയവനാ. ഒരു ലൂസറിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നീ എന്നെ നോക്കിയാ കാണാം. ഇടയ്ക്ക് എന്നെ ഇട്ടിട്ട് പോയ എന്റെ ഭാര്യ എന്റെ കൂടെ തിരിച്ചു വന്നു എന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. നാളെ കഴിഞ്ഞാൽ നീയും എന്നെ പോലൊരു ലൂസറിന്റെ ലൈഫായിരിക്കും ജീവിക്കാൻ പോകുന്നത്. അതും പറഞ്ഞിട്ട് സച്ചിൻ പോയി. പിറ്റേന്ന് പടം റിലീസായി. എല്ലാവരും യുദ്ധം സിനിമ കാണാനാണ് കയറിയത്. വിനീതിന്റെ നിധി കാണാൻ അധികം ആൾക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രം. എന്നാലും വിനീതിന്റെ അച്ഛനും അമ്മയും പ്രൊഡ്യൂസർ ഹാരിസും വന്നിട്ടുണ്ടായിരുന്നു. ഈ പടം ഇതുപോലെ ഫ്ലോപ്പായി കാണാനാണല്ലോ അയാൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആൾക്കാരെ ഒന്നും കാണാത്തത് കാരണം അയാൾക്ക് സന്തോഷമായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അത് കണ്ടിരുന്നവരെല്ലാം പേടിച്ചു. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ഹൊറർ ഫിലിം ആയിരുന്നു അത്. വിനീതിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നെ ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹാരിസിനോട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്ന് ചോദിക്കാൻ വേണ്ടി അവർ തിരിഞ്ഞതും അവർ കാണുന്നത് സിനിമ കണ്ട് പേടിച്ച് ഹൃദയാഘാതം മൂലം മരിച്ച ഹാരിസിനെയാണ്. പെട്ടെന്ന് ഇത് വാർത്തയായി. ഒരു സിനിമ കണ്ട് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ മരിച്ചിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമ. ആ ഒരു ടാഗോടുകൂടി എല്ലാ ന്യൂസ് ചാനലിലും ഹാരിസിന്റെ മരണം കാണിക്കുകയായിരുന്നു. അതോടുകൂടി എന്താണ് ഈ സിനിമയ്ക്കുള്ളിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ സിനിമ കാണാൻ കയറി. സച്ചിൻ തന്റെ വൈഫ് നീതുവിനെയും കൂട്ടി ആ സിനിമ കണ്ടു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നീതുവിന് അവൻ ഡെവിൾ സൈലന്റിന്റെ ഒരു കോപ്പി വായിക്കാൻ കൊടുത്തിരുന്നില്ലേ, അവളത് വായിച്ചിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഡെവിൾ സൈലന്റ് അല്ലേന്ന് അവൾ ചോദിക്കുന്നു. അതേന്ന് സച്ചിനും പറയുന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടതോടുകൂടി വിനീതിനെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. സച്ചിൻ അത് സഹിച്ചില്ല. താൻ മാത്രം ഫ്ലോപ്പ് ആയല്ലോ എന്ന് കരുതി അവൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് നീതു അവനെ വിളിച്ചിട്ട് പറയുന്നത് ഡെവിൾ സൈലന്റിന്റെ എല്ലാ കോപ്പിയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അന്ന് മാഗസിനില് താൻ അവസാനം വായിച്ച പുസ്തകം എന്ന് പറഞ്ഞിട്ട് ആ ഡെവിൾ സൈലന്റിനെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇത് നമ്മളുടെ കഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കേട്ടതോടുകൂടി ആ മാഗസിനും പഴയ പത്രങ്ങളും സച്ചിൻ തപ്പിയെടുക്കുന്നു. ഡെവിൾ സൈലന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുത്തത് അവന് ഓർമ്മയുണ്ടായിരുന്നു. അത് വെച്ചിട്ട് സച്ചിനാകട്ടെ മീഡിയ വിളിച്ചുകൂട്ടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. തന്റെ അച്ഛന്റെ കഥ വിനീത് മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടതും വിനീത് സ്വയം പറയുന്നുണ്ട്, ആ ഒരു നോവൽ വായിച്ച എല്ലാവർക്കും അറിയാം ഞാൻ ആ നോവല് അതുപോലെ കോപ്പിയടിച്ച് വെച്ചിരിക്കുകയല്ല. ആ കഥയിലുള്ള സത്യം മാത്രമാണ് ഞാൻ എന്റെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ സിനിമയുടെ യഥാർത്ഥ കഥ എഴുതിയത് KT പീറ്റർ ആണെന്ന് അവനവന്റെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിനീത് കൊടുത്ത വ്യാജമായിട്ടുള്ള പേരാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. വിനീതിന് തന്റെ സത്യം തെളിയിക്കാൻ ഒരു വഴിയുമില്ല. ഡെവിൾ സൈലന്റിന്റെ ഒരു കോപ്പി പോലും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് അവന് തെളിയിക്കാമായിരുന്നു. അവാർഡ് ലഭിക്കേണ്ട അവന്റെ മൂവിയാകട്ടെ ആ ലിസ്റ്റിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. അവന് പകരം ആ അവാർഡ് ആ വർഷം കിട്ടിയത് സുജിത് രാജനായിരുന്നു. വിനീതിനെ ഇല്ലാതാക്കാൻ സച്ചിനും അർജുനും എല്ലാം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. സച്ചിന് വീണ്ടും സിനിമയിൽ തിരിച്ചു വരാനും ഒരു മഹാനായി മാറാനും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് വിനീതിനെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്നതിന് പകരമായിട്ട് മെൽജോയുടെ ആ സ്ക്രിപ്റ്റ് അർജുൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സച്ചിൻ ഡയറക്ട് ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. സുജിത്തിനെ ഡയറക്ഷനിൽ നിന്നും മാറ്റി. വിനീതിന് ഇൻഡസ്ട്രിയിൽ ഒരു പേര് കിട്ടി. അവനൊരു കോപ്പിക്കാറ്റാണ്. അവൻ മറ്റുള്ളവരെ കോപ്പിയടിച്ചാണ് സിനിമ എടുക്കുന്നത്. അവന്റെ സത്യം ആരും മനസ്സിലാക്കില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ ഫിലിം ക്രിട്ടിക്ക് ആനന്ദ് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ നിന്റേത് തന്നെയാണെന്ന് എനിക്കൊരു സംശയമില്ല. പക്ഷെ അവാർഡുകൾ മുഴുവൻ സുജിത് രാജിന്റെ യുദ്ധം എന്നുള്ള സിനിമയ്ക്കായിരിക്കും പോകുന്നത്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് എവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്റെ സപ്പോർട്ട് വേണമെന്ന് എനിക്ക് തോന്നി. ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് അവന് തന്നെ കൊടുക്കും. പക്ഷെ ബെസ്റ്റ് ഡെബ്യൂട്ട് ഡയറക്ടറിനുള്ള അവാർഡ് നിനക്ക് തന്നെയായിരിക്കും തരുന്നതെന്ന് ആനന്ദ് പറഞ്ഞു. അങ്ങനെ അവാർഡ് കൊടുക്കുന്ന ദിവസം എത്തി. എല്ലാവരും വിനീതിനെ പുച്ഛത്തോടെയാണ് നോക്കിയത്. ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് സുജിത്തിന് കിട്ടി. എല്ലാവരും കൈയടിച്ചു. എന്നാൽ
സുജിത്തിന് അറിയാമായിരുന്നു തന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് തനിക്ക് അവാർഡ് കിട്ടിയതെന്ന്. ഇവിടെ ആരും എന്റെ കഴിവ് നോക്കുന്നില്ല, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാ നോക്കുന്നത്. ഡെബ്യൂട്ട് ഡയറക്ടറിനുള്ള അവാർഡിന് വേണ്ടിയിട്ട് വിനീതിനെ വിളിച്ചപ്പോൾ ആരും കൈയടിച്ചില്ല. അവിടെ നിശബ്ദത മാത്രമായിരുന്നു. കാരണം എല്ലാവരായാലും വെറുക്കപ്പെട്ടവനായിരുന്നല്ലോ വിനീത്. എന്നാൽ ആ നിമിഷം തുടക്കത്തിൽ സംഗീത് എങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ അവനെ വെറുക്കപ്പെട്ടവനാക്കിയത്, അതുപോലെ തന്നെ വിനീത് എല്ലാവരോടും ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു. മണി ലോണ്ടറിംഗിന് വേണ്ടി മാത്രം തന്റെ സിനിമ നിർമ്മിക്കുകയും ആ സിനിമ കണ്ട് മരിക്കുകയും ചെയ്ത ഹാരിസ് ബഷീറിനും അതുപോലെ തനിക്ക് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ബ്രേക്ക് തന്ന സച്ചിൻ ഡേവിഡ് എഴുതിയ 232 നോവലുകളിലും ഒരു വരി പോലും സ്വന്തം കൈകൊണ്ട് എഴുതാത്ത വൈക്കൻ ഡേവിഡ് എന്ന ആളുടെ മകൻ, താൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സ്വരൂപ് എന്ന ആക്ടറിന്റെ അവസാനത്തെ പടം അയാളുടെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് കാശ് നേടിയെടുക്കാൻ വേണ്ടി മാത്രം ഇറക്കണമെന്ന് ആഗ്രഹിച്ച ഫൈസൽ, അതുപോലെ എന്റെ ഷോർട്ട് ഫിലിമിലൂടെ വർഷങ്ങളായി ഞാൻ നേടിയെടുത്ത ഐഡന്റിറ്റി മുഴുവൻ ഇമിറ്റേറ്റ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായ ആഫ്റ്റർ പാർട്ടി എന്ന് പറയുന്ന മൂവി ഇറക്കുകയും അതിന്റെ സെക്കൻഡ് പാർട്ട് എന്റെ തന്നെ സ്ക്രിപ്റ്റിൽ ഇറക്കി ഹിറ്റ് ആക്കുകയും ചെയ്ത അർജുൻ ദാസ്, ഇവരെല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ ഈ ഇരിക്കുന്ന ഓഡിയൻസ് ഒന്നും തന്നെ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ നിങ്ങൾ കേൾക്കൂ, അത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ ആരോപണം ഉന്നയിച്ച ആൾക്കാരെയെല്ലാം നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവർ പറയുന്നതേ വിശ്വസിക്കൂ. ഞാൻ പറയുന്നതൊന്നും തന്നെ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അവസാനമായിട്ട് അവൻ ഒരു കാര്യം കൂടി പറയുന്നു. കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുത്തില്ല. പക്ഷേ ഈ നിധി അവൻ അർഹതപ്പെട്ടതല്ല എന്ന് ഇന്ന് ഈ ലോകത്തെ കൊണ്ട് അവൻ പറയിപ്പിച്ചു. ഇതെന്റെ തലയിലെഴുത്താണെന്ന് കരുതിയിട്ട് ഇനിയും സമാധാനിക്കാൻ ഞാൻ തയ്യാറല്ല. തലയിലെഴുത്ത് തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ അത് പറഞ്ഞു തീർന്നതും അവൻ ആരോപണം ഉന്നയിച്ച എല്ലാവരും ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന ഓഡിയൻസ് മുഴുവൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈയടിക്കും. മൂവിയുടെ അവസാനം കുറച്ച് സീൻ കൂടി കാണിക്കുന്നുണ്ട്. ആക്ടർ സ്വരൂപ് മരിച്ചത് എങ്ങനെയാണെന്ന്. ഒരു ആക്സിഡന്റ് പറ്റിയാണല്ലോ അയാൾ മരിച്ചത്. നടു റോഡിൽ ബീഡി വലിച്ചുകൊണ്ടിരുന്ന മധ്യവയസ്കനെ ഇടിക്കാതെ വണ്ടി വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് ആക്സിഡന്റ് ആവുകയും സ്വരൂപ് മരിക്കുകയും ചെയ്തത്. ആ മധ്യവയസ്കൻ ഒരു ചായക്കടക്കാരനായിരുന്നു. വർക്കിച്ചൻ എന്ന പേരുള്ള അയാളുടെ യഥാർത്ഥ പേര് പീറ്റർ എന്നാണ്. അതായത് ഡേവിഡിന്റെ കുറെ നോവലുകളൊക്കെ എഴുതിയ അതേ പീറ്റർ, ഡെവിൾസ് ഐലൻഡ് എന്ന നോവലിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ. അന്ന് സുജിത്തിന്റെ അടുത്ത് പോയി വിനീതാകട്ടെ ഡെവിൾസ് ഐലൻഡ് സിനിമയാക്കാമെന്നും സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണെന്നും പറഞ്ഞ സമയത്ത് അതുവഴി എല്ലാവർക്കും ചായയും കൊടുത്തുകൊണ്ട് പീറ്റർ വരുന്നുണ്ടായിരുന്നു. തന്റെ ബുക്ക് സിനിമയാകാൻ പോകുമെന്നറിഞ്ഞ പീറ്റർ ആകട്ടെ ആകാംക്ഷ മൂത്തിട്ട് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കിടന്ന സുജിത്തിന്റെ ബാഗിൽ നിന്നും സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു. വായിച്ചിട്ടത് തിരിച്ചു വെക്കാൻ തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശം. എന്നാൽ സ്ക്രിപ്റ്റുമായിട്ട് റോഡിന്റെ നടുക്ക് നിന്ന് ബീഡി വലിച്ചുകൊണ്ടിരുന്ന അയാളെ ഒരു വണ്ടി ഇടിച്ചു. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടു പോയത്. സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതിരുന്നിട്ടും കഴിവും ടാലന്റും എല്ലാം ഉണ്ടായിട്ടും വിനീത് മാധവൻ എന്ന ഡയറക്ടർ ഈ ഇൻഡസ്ട്രിയിൽ പരാജയപ്പെട്ടുവെന്നാണ് അവന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ പറയുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.